ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് നമുക്ക് പുൽക്കൂടിൻ്റെ രണ്ടാം ഭാഗം കാണാം, അതായത് പാർട്ട് 2. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ 4 ഭാഗങ്ങളിലും പുൽക്കൂടിൻ്റെ 4 ഭാഗങ്ങളിലും പത്രപേപ്പർ ഇങ്ങനെ ചുരുട്ടി വെക്കണം. അത് 3 ഭാഗത്തും കവർ ചെയ്യണം ഇത് പത്രപേപ്പർ വെച്ച്. കുറച്ച് ഒരു 5-8-10 പേപ്പർ വേണം, അത്രേ ആവത്തുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഒരു മുണ്ട്, അത് ഇതുപോലെ കണ്ടിച്ച് കുറച്ച് പീസുകൾ വേണം. 2-3 ഇത് ഫുള്ള് വെക്കാനുള്ള പീസ് വേണം. അത് നമ്മൾ കത്തി വെച്ച് മുറിച്ച് വെക്കണം. അതിന് ശേഷം ഒരു പാത്രത്തിൽ ഇച്ചിരി വെള്ളം, പിന്നെ പ്ലാസ്റ്റർ പാരസിൻ്റെ പൊടി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇതുപോലത്തെ ഏതെങ്കിലും ഒരു പൊടി വേണം. ഞാനിത് ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന, ശില്പങ്ങളൊക്കെ ഉണ്ടാക്കുന്ന പൊടിയാണ്, അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് വെള്ളത്തിൽ കുഴഞ്ഞിട്ട് ഒരുമാതിരി കുറുകുന്ന ടൈപ്പിൽ, ഒത്തിരി കുറുകൽ, നല്ലൊരു മീഡിയം പരുവത്തിൽ കുറുകിയ ഇതിനകത്തോട്ട് കലക്കി അതിനകത്തിലെ ആ കട്ടിയായിട്ട് കിടക്കുന്നതെല്ലാം കൈകൊണ്ട് എല്ലാം കലക്കി നല്ല ഇതാക്കിയിട്ട് അതിനകത്തോട്ടു നമ്മുടെ ആ മുണ്ട്, കണ്ടിച്ച് വെച്ച മുണ്ട് എടുത്ത് ഓരോ കഷ്ണമായിട്ട് നമ്മൾ ഇതിലോട്ട് മുക്കണം. ഒന്നിച്ച് മുക്കരുത്, ആ എടുക്കുന്നതേ മുക്കി ഇതിനകത്ത് നൂത്തിടാവുള്ളൂ. എന്നിട്ട് ഇത് മൊത്തം, ഈ പുൽക്കൂട് മൊത്തവും ഈ പത്രപേപ്പറിൻ്റെ ഫുള്ളും എല്ലാം ഈ മുണ്ട്, ഇത് മുക്കിയ മുണ്ട് വെച്ച് നല്ല വൃത്തിയായിട്ട് ഇതൊന്നും കാണാത്ത വിധമാക്കണം. ബേസ് ബോർഡോ പത്രപേപ്പറോ ഒന്നും കാണാത്ത വിധം എല്ലാം കവർ ചെയ്യണം. അത് നിങ്ങളെ ഞാൻ കാണിക്കാം. കവർ ചെയ്തതിന് ശേഷം, അപ്പം എൻ്റെ ഈ പുൽക്കൂടിൻ്റെ 2ാമത്തെ ഭാഗം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ, ഞാൻ ചെയ്യുന്ന എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? അപ്പം എല്ലാവർക്കും ഇത്ര ഭാഗം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പം സബ്സ്ക്രൈബ് ഒന്നും ആരും ചെയ്യുന്നില്ല, ലൈക്ക് അങ്ങനെ ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു. എങ്കിലും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമല്ലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. അപ്പം ഒരുമാതിരി എല്ലാം റെഡിയായി. ഇനി അടുത്ത് ഞാൻ എല്ലാം പൂർത്തിയാക്കിയത് കാണിക്കാം. ഞാൻ ആ പ്ലാസ്റ്റർ പാരസ് വെച്ച് ആ മുണ്ടിനകത്ത് മുക്കി എല്ലാം നല്ല വൃത്തിയായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഒരു ഭാഗം പോലും കാണാൻ എല്ലാം തീർത്തു. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ ബായ്.